നമസ്കാരം. എല്ലാവർക്കും അടുത്ത വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വിഷയം കുറച്ച് വ്യത്യസ്തമാണ്. കുറച്ച് ഇരുണ്ടതുമാണ്. ഇരുണ്ടതാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ നിശ്ചയിക്കാം. ഇന്നത്തെ വിഷയം തന്ത്രവിദ്യ, തന്ത്രവിദ്യയെ കുറിച്ചാണ്. തന്ത്രവിദ്യയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഓടിയെത്തുന്ന കുറെ ചിന്തകളുണ്ട്. ആദ്യത്തേത് ഭയം, ദുർമന്ത്രവാദം, വശീകരണം, ലൈംഗികത ഇതെല്ലാമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതെല്ലാമാണോ? തന്ത്ര, തന്ത്രവിദ്യ. തന്ത്ര എന്ന വാക്ക് പലപ്പോഴും മന്ത്രവാദത്തെയോ മറഞ്ഞിരിക്കുന്ന ആചാരങ്ങളെയോ അപകടകരമായ ശക്തികളെയോ ഓർമ്മിപ്പിക്കുന്നു, അല്ലേ? എന്നാൽ തന്ത്രവിദ്യ, തന്ത്രം ഭയത്തെക്കുറിച്ച് മാത്രമല്ല, പക്ഷേ മനുഷ്യ ശക്തിയുടെ ഏറ്റവും ആഴമേറിയ നിഗൂഢതകൾ കണ്ടെത്തുന്നതിനെക്കുറിച്ചും കൂടിയാണ്. ഇത് ഇന്ത്യയുടെ വിലക്കപ്പെട്ട നിഗൂഢ ശാസ്ത്രമാണ് തന്ത്രവിദ്യ. പാശ്ചാത്യ ലോകത്ത് തന്ത്രം പലപ്പോഴും ലൈംഗികതയായി ചുരുങ്ങുന്നു. ഇന്ത്യയിൽ ഇത് പലപ്പോഴും ഇരുണ്ട മന്ത്രവാദം, അതായത് ബ്ലാക്ക് മാജിക് ആയി ഭയപ്പെടുന്നു. ഈ രണ്ട് ചിത്രങ്ങളും യഥാർത്ഥത്തിൽ സത്യം കാണുന്നുണ്ട്. തറി, നെയ്ത്ത് എന്ന് അർത്ഥമുള്ള ഒരു സംസ്കൃത പദമാണ് തന്ത്രം. ജീവിതത്തിന്റെ പൂർണ്ണ ശേഷി സാക്ഷാത്കരിക്കുന്നതിന് ശാരീരികവും മാനസികവും ആത്മീയവുമായ ഊർജം നെയ്യുന്നതിന്റെ ശാസ്ത്രമാണ് തന്ത്രവിദ്യ. പല താന്ത്രിക ആചാരങ്ങളിൽ അഗ്നി, യന്ത്രങ്ങൾ, ശ്മശാന സ്ഥലങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഈ ആചാരങ്ങളുടെ കാതലായ തന്ത്രം ഒരു കാര്യത്തെ കുറിച്ചാണ്: ഊർജം. അതായത് നമ്മളുടെ ശരീരത്തിന് ശക്തി പകരുന്ന ശാരീരിക ഊർജമല്ല, പക്ഷെ പ്രപഞ്ചത്തെ ഒരുമിച്ച് നിർത്തുന്ന സാർവത്രിക ഊർജം, കോസ്മിക് എനർജി, യൂണിവേഴ്സൽ എനർജി. പ്രപഞ്ചം ശക്തിയാൽ നിർമ്മിതമാണ്. ശക്തിയാണ് സാർവത്രിക ഊർജം. കുണ്ടലിനിയുടെ രൂപത്തിൽ നമ്മുടെ ശരീരത്തിലും ശക്തിയുണ്ട്. തന്ത്രത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ശിവന്റെയും ശക്തിയുടെയും സംഗമമാണ്. അതായത് നമ്മുടെ ആത്മാവിന്റെയും സാർവത്രിക ബോധത്തിന്റെയും സംഗമം. യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്, ഹെവൻലി ഫാദർ, ദൈവം, പരബ്രഹ്മം. സമുദ്രം ഒരിക്കലും കാണാതെ വെള്ളത്തിൽ വസിക്കുന്ന മത്സ്യങ്ങളെ പോലെ നമുക്കും ഈ ശക്തിയെക്കുറിച്ച് യാതൊരു അറിവുമില്ല. എന്നാൽ താന്ത്രിക ആചാര്യന്മാർ അത് അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. മന്ത്രങ്ങൾ, യന്ത്രങ്ങൾ, ധ്യാനം എന്നിവയിലൂടെ അവർ ബോധത്തിന്റെ മാറിയ അവസ്ഥകളിലേക്കുള്ള വാതിലുകൾ സൃഷ്ടിക്കുന്നു. ഉദാഹരണത്തിന് പ്രശസ്തമായ ശ്രീ യന്ത്രം. ഇത് ഒരു പ്രതീകം മാത്രമല്ല, ഇത് പ്രപഞ്ചത്തിന്റെ ഒരു ഭൂപടമാണ്. അവബോധത്തിന്റെ ഉയർന്ന മാനങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു താക്കോലാണ്. താന്ത്രിക പരിശീലനങ്ങൾ കുണ്ടലിനി എന്ന ആശയത്തിനും ജന്മം നൽകി. നട്ടെല്ലിന്റെ അടിഭാഗത്ത് ഉറങ്ങുന്ന സർപ്പശക്തി ഉണർന്നിരിക്കുമ്പോൾ അത് മിന്നൽ പോലെ ഉണർന്നു വരുന്നു. ബോധത്തിന്റെ മറഞ്ഞിരിക്കുന്ന കേന്ദ്രങ്ങളെ ജ്വലിപ്പിക്കുകയും സാധകനെ എന്നേക്കുമായി പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് തന്ത്രവിദ്യയെ സാധാരണ ആത്മീയതയിൽ നിഷേധിക്കപ്പെട്ട് ഇരിക്കുന്നത്? ഫോർബിഡൻ. കാരണം അത് അതിരുകൾ ലംഘിക്കുന്നു. ത്യാഗത്തിന് പ്രാധാന്യം നൽകുന്ന മുഖ്യധാര ആത്മീയതയിൽ നിന്ന് വ്യത്യസ്തമായി തന്ത്രവിദ്യ അസ്തിത്വത്തിന്റെ അസംസ്കൃത ശക്തികളെ, ആഗ്രഹം, ഭയം, മരണം ഇവയെപ്പോലും സ്വീകരിച്ച് അവയെ എല്ലാം മോചനത്തിലേക്കുള്ള പാതകളാക്കി മാറ്റുന്നു. അതുകൊണ്ടാണ്
തന്ത്രം രഹസ്യമായി പരിശീലിക്കുന്നത്. ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് മാത്രം കൈമാറ്റം ചെയ്യപ്പെടുന്നു. തെറ്റായ കൈകളിൽ ആധിപത്യത്തിനോ മിഥ്യാധാരണയ്ക്കോ വേണ്ടി തന്ത്രവിദ്യകൾ ദുരുപയോഗം ചെയ്യപ്പെടാം. വലതു കൈകളിൽ അവ സ്വാതന്ത്ര്യത്തിനുള്ള ഉപകരണങ്ങളായി മാറി സാധാരണയെ മറികടന്ന് അനന്തതയെ സ്പർശിക്കാനുള്ള ഒരു മാർഗമായി. ഒരു യഥാർത്ഥ താന്ത്രികൻ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല, മറിച്ച് അതിൻ്റെ ആഴമേറിയ പ്രവാഹങ്ങളിലേക്ക് മുങ്ങുകയും സ്വതന്ത്രനായി പുറത്തു വരികയും ചെയ്യുന്നുവെന്ന് പറയപ്പെടുന്നു. ഇന്ന് തന്ത്രത്തിൻ്റെ ശകലങ്ങൾ ലോകമെമ്പാടും ചിതറിക്കിടക്കുന്നു. യോഗ സ്റ്റുഡിയോകളിൽ, ധ്യാന വൃത്തങ്ങളിൽ, ജനപ്രിയ സംസ്കാരങ്ങളിൽ പോലും. എന്നാൽ തന്ത്രത്തിൻ്റെ യഥാർത്ഥ ആഴം മറഞ്ഞിരിക്കുന്നു. ഇത് ആഹ്ലാദത്തെക്കുറിച്ചോ ഭയത്തെക്കുറിച്ചോ അല്ല, ഇത് സന്തുലിത അവസ്ഥയെക്കുറിച്ചാണ്. ഇരുട്ടിനെയും വെളിച്ചത്തെയും, ശരീരത്തിനെയും ആത്മാവിനെയും ഉണർവിൻ്റെ ഒരൊറ്റ നൂലിൽ നെയ്യാൻ പഠിക്കുക. അതാണ് തന്ത്രവിദ്യ. തന്ത്രം ഒരു ദുർമന്ത്രവാദമല്ല, അത് നിഷേധമല്ല. ഏറ്റവും ശക്തമായ ക്ഷേത്രം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്, തുറക്കപ്പെടാൻ കാത്തിരിക്കുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ചോദ്യം: നിഴലുകളെ നേരിടാനും തീയെ സ്പർശിക്കാനും എപ്പോഴും നമ്മുടേതായ ഊർജത്തെ ഉണർത്താനും നാം തയ്യാറാണോ? ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ തന്ത്രവിദ്യയുടെ ഒരു അടിസ്ഥാന അറിവ് മാത്രമാണ്. ഇറ്റ്സ് എ ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ വേൾഡ് ഓഫ് തന്ത്ര.